ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. സോ നമ്മൾ 8 CBSEയിൽ നിന്ന് 9 CBSEയിലേക്ക് വന്നപ്പോൾ മക്കൾക്കറിയാം ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി ഒരുപാട് ഏരിയാസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ വളരെ കൃത്യമായ രീതിയിൽ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല മക്കളും ഒരു ടൈം ടേബിൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം സാറിൻ്റെ അടുത്തും മറ്റു ഫാക്കൽറ്റീസിൻ്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്, ഒരു നല്ലൊരു എഫക്റ്റീവ് ടൈം ടേബിൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ. സോ അത്തരത്തിലൊരു ടൈം ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഇപ്പോൾ സാർ നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത്. സോ മക്കളെ, നിങ്ങൾ പകൽ സമയത്ത് സ്കൂളിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുന്നു. സ്കൂളിൽ നിന്ന് നിങ്ങളൊരു ഏകദേശം ഒരു 5 മണി സമയത്ത് വീട്ടിലേക്ക് എത്തുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ 5 മണി സമയത്ത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നിങ്ങളൊന്ന് ചായയൊക്കെ കുടിക്കുക. ചായയൊക്കെ കുടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. അതിനുശേഷം സ്കൂളിൽ നിന്ന് കിട്ടുന്ന വർക്ക്, തീർച്ചയായിട്ടും ഹോംവർക്ക് ഉണ്ടാവും അല്ലേ? ഓരോ പീരീഡിലും നിങ്ങൾക്ക് കിട്ടുന്ന ഹോംവർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ വൈകിട്ട് ഒരു 6:30 വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോംവർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 6:30 മുതൽ 7 മണി വരെ നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവുക. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. സോ നന്നായിട്ട് എന്ത് റിലാക്സ് ആവുക. അതിനുശേഷം 7 മണി മുതൽ 8:30 വരെ നമ്മുടെ നിഞ്ച ബാച്ചിലെ ക്ലാസ്സുകൾ നിർബന്ധമായും കാണുക എന്നുള്ളതാണ്. ക്ലാസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ഒരു കാരണവശാലും മിസ് ചെയ്യാതെ എന്ത് ചെയ്യുക? ആ സെഷൻ കണ്ടു തീർക്കുക. കണ്ടു തീർത്തതിന് ശേഷം നിഞ്ച ബാച്ചിലെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം 8:30 മുതൽ 9 മണി വരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതൊന്ന് ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് നമ്മുടെ മൈൻഡിൽ അന്ന് പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 2 കാറ്റഗറിയിലുള്ള കുട്ടികളായിട്ട് ഞാനൊന്ന് പെടുത്തുകയാണ്. കാരണം എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ചില കുട്ടികൾക്ക് രാത്രി പഠിക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ചില കുട്ടികൾക്കോ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതായിരിക്കും എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ 2 കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സൊല്യൂഷൻ പറഞ്ഞിരുന്നുണ്ട്. രാത്രിയിലാണ് നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയത്തിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ പഠിക്കാൻ കൂടുതലായിട്ട് താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് എന്നാണ് നമ്മൾ നോക്കേണ്ടതല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക? എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 9th CBSE കുട്ടികൾക്ക് ഈ വർഷം നമുക്ക് അഡ്വാൻസ്ഡ് പേപ്പറും വരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെ, ഓപ്ഷണലായിട്ട് അഡ്വാൻസ്ഡ് പേപ്പർ വരുന്നുണ്ട്. മാത്സ് അഡ്വാൻസ്ഡ് ആൻഡ് സയൻസ് അഡ്വാൻസ്ഡ്. ഈ അഡ്വാൻസ്ഡ് പേപ്പറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കൂടി നിങ്ങൾ ഈ ഒരു ടൈം സ്ലോട്ടിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ ഈ ഒരു ലൈവ് ക്ലാസ് കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞ ആ ഒരു ക്വിക്കായിട്ട് നിങ്ങൾ റീക്യാപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഉറങ്ങുന്നു. രാവിലെ ഒരു 4 മണി സമയത്ത് എണീക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റാണ്. 4 മണി അല്ലെങ്കിൽ 4:30 എണീക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 5:30 വരെ, ഒരു 6 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക എന്ന് പറയുമ്പോൾ പഠിക്കുക തന്നെ ചെയ്യണം. അവിടെ നിങ്ങൾ റൈറ്റിംഗ് വർക്ക്സോ നിങ്ങളുടെ ഹോംവർക്കോ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനുള്ള ഡെഡിക്കേറ്റഡ് സമയം ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. പഠിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി നോട്ട് ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം? ആ ഡൗട്ടുകൾ നിങ്ങൾ ക്ലിയർ ചെയ്തെടുക്കാൻ വേണം. കാരണം ഡൗട്ടുകൾ നമ്മുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. എസ്പെഷ്യലി നമ്മളുടെ ഇപ്പോഴത്തെ 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി, അല്ലെങ്കിൽ അതിൽ വരുന്നിരിക്കുന്ന സിലബസ് തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ, വളരെ സ്ട്രാറ്റജിയിലൂടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളത് ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്? ഓർമ്മിപ്പിക്കുകയാണ്. സോ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കുറേ മക്കൾ ഇനിയും എന്ത് ചെയ്യാനുണ്ട്? ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുണ്ട്. നമുക്കറിയാം സൈലത്തിൻ്റെ 9th CBSE മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് എന്ത്? നമ്മുടെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള മക്കളോട് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ തന്നെയാണ് പറയാനുള്ളത്. കാരണം വളരെ എഫക്റ്റീവായിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ടൈം ടേബിളിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ വളരെയധികം സഹായകരമാവും. ഈ ഒരു അക്കാദമിക് ഇയർ മികച്ച വിജയത്തിലേക്ക് എല്ലാവരും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.